ഹലോ മീഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള PYQന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ജി ബിജു എന്നാണ്. അപ്പം ഇത് ഒരു എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻസിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാക്ഷ്യം ആപ്പിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആരംഭിച്ചത് കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും ഉൾക്കൊള്ളുന്നതും ആക്കുന്നതിനാണ് ഇത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ PWDകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക. നിലവിലുള്ള PWD വോട്ടർമാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. കുറെ അധികം പ്രസ്താവന റിലേറ്റ് ചെയ്ത് 1, 2, 3 ശരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് സാക്ഷ്യം ആപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അതായത് തെരഞ്ഞെടുപ്പിനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അഭ്യാസമാക്കി മാറ്റാനാണ് ഈ ശ്രമങ്ങൾ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ വികലാംഗരുടെ, അപ്പൊ അവരെയാണ് PWD എന്ന് പറഞ്ഞിരിക്കുന്നത്, വിഭാഗത്തിലെ വോട്ടർമാർക്ക് അവരുടെ നിർദ്ദിഷ്ട സേവന ആവശ്യങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനും ഓഫർ ചെയ്യുന്ന സേവനങ്ങൾ ആക്സസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷ്യം ആപ്പിനെ പറ്റിയിട്ടാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആരുമായി ബന്ധപ്പെട്ടാണ്? PWD വിഭാഗത്തിലെ വോട്ടർമാർക്ക് അവരുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനും ഓഫർ ചെയ്യുന്ന സേവനങ്ങൾ ആക്സസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അടുത്ത പോയിന്റ് ഇതാണ്. പുതിയ വോട്ടർ രജിസ്ട്രേഷൻ, വൈകല്യമുള്ള വ്യക്തിയായി സ്വയം അടയാളപ്പെടുത്തൽ, പോളിംഗ് ലൊക്കേഷൻ മാറ്റാനുള്ള അഭ്യർത്ഥന, തിരുത്തലുകൾ വരുത്തൽ, സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യൽ, വീൽ ചെയറുകൾ അഭ്യർത്ഥിക്കൽ എന്നിവ ഈ ആപ്പ് അനുവദിക്കുന്നുണ്ട്. വോട്ടർ രജിസ്ട്രേഷൻ, വൈകല്യമുള്ള വ്യക്തിയായി സ്വയം അടയാളപ്പെടുത്തൽ, പോളിംഗ് ലൊക്കേഷൻ മാറ്റാനുള്ള അഭ്യർത്ഥന, തിരുത്തലുകൾ വരുത്തൽ, സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യൽ, വീൽ ചെയറുകൾ അഭ്യർത്ഥിക്കൽ എന്നിവ ആപ്പ് അനുവദിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേരുകൾ തിരയുന്നതിനും പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്തുന്നതിനും ബൂത്തുകൾ കണ്ടെത്തുന്നതിനും പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. പേര് തിരയാനും പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്താനും ബൂത്തുകൾ കണ്ടെത്താനും പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. സാക്ഷ്യം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. കാഴ്ച വൈകല്യമുള്ള വോട്ടർമാർക്ക് വോയിസ് അസിസ്റ്റന്റ്, ശ്രവണ വൈകല്യമുള്ളവർക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് ഫീച്ചറുകൾ എന്നിവയും ആപ്പ് നൽകുന്നുണ്ട്. കാഴ്ച വൈകല്യമുള്ളവർക്ക് വോയിസ് അസിസ്റ്റന്റ്, ശ്രവണ വൈകല്യമുള്ളവർക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് ഫീച്ചറുകൾക്ക് എന്നിവ ഈ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളിംഗ് ബൂത്ത് ലൊക്കേഷനുകളെ കുറിച്ചും അവയിൽ എങ്ങനെ എത്തിച്ചേരാമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വിവരങ്ങളും ആപ്പ് നൽകുന്നുണ്ട്. വികലാംഗ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തുകളിൽ റാമ്പുകൾ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദ മൊബൈൽ ആപ്ലിക്കേഷനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സാക്ഷ്യം മൊബൈൽ ആപ്പിലൂടെ വോട്ടെടുപ്പ് ദിനത്തിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു ആപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തില് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയാൽ വോട്ടെടുപ്പ് ദിവസം ഭിന്നശേഷിക്കാർക്ക് പ്രയാസം കൂടാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാം. വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ. അപ്പൊ ഇത് മാത്രമാണോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അല്ല. പേര് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ സാക്ഷ്യം ആപ്പില് ലഭ്യമാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ ഇവരെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ഈ PWD അവരുമായി ബന്ധപ്പെട്ട അവർക്ക് വീൽ ചെയർ ആണെങ്കിൽ വീൽ ചെയർ, അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റന്റ്, അതുപോലെയൊക്കെയുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ഇതുമായിട്ട് അവൈലബിൾ ആണ്. ഇപ്പൊ വോട്ടെടുപ്പ് ദിവസം വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് ആപ്പ് മുഖേന സേവനം ഉപയോഗപ്പെടുത്താം. രജിസ്ട്രേഷൻ, സൗകര്യങ്ങൾ തിരയുക, വിവരവും പരാതിയും എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ, സൗകര്യങ്ങൾ, തിരയുക, വിവരവും പരാതി. ഇപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് ആപ്പിനകത്ത് കാര്യങ്ങൾ. രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, സൗകര്യങ്ങൾക്ക് വേണ്ടി തിരയുക സെർച്ച്, അതുപോലെ തന്നെ വിവരവും കംപ്ലൈൻസിന് വേണ്ടിയിട്ടും 4 പോർഷൻസ് ടോട്ടലി ഉണ്ട്.
രജിസ്ട്രേഷൻ ടാബിന് കീഴിൽ പുതിയ വോട്ടർ രജിസ്ട്രേഷൻ, തിരുത്തൽ, മൈഗ്രേഷൻ റദ്ദാക്കൽ, ആധാർ അപ്ഡേഷൻ എന്നിവയുടെ സ്റ്റാറ്റസ് ട്രാക്കിംഗ് എന്നിവ ലഭിക്കും. സൗകര്യങ്ങൾ എന്ന ടാബിൽ വോട്ടർക്ക് ലഭ്യമാവുന്ന വിവിധ സേവനങ്ങൾ, ആവശ്യമെങ്കിൽ പോളിംഗ് ബൂത്തിൽ വീൽ ചെയറുകൾ, സഹായം, ബൂത്ത് തെരഞ്ഞെടുക്കൽ എന്നിവയ്ക്ക് അവസരമുണ്ട്. തിരയുക എന്ന ടാബിൽ വോട്ടർ പട്ടികയിൽ പേര്, പോളിംഗ് സ്റ്റേഷൻ, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ എന്നിവ അറിയാൻ കഴിയും. പരാതി, വിവരങ്ങൾ എന്നിവ ടാബ് മുഖേന പരാതി രജിസ്റ്റർ ചെയ്യൽ, വീഡിയോ ലേഖനങ്ങൾ കാണാനും വിവരങ്ങൾ കണ്ടെത്താനും സാധിക്കും. ആപ്പിന്റെ ആൻഡ്രോയിഡ്, iOS പതിപ്പുകൾ ലഭ്യമാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സാക്ഷ്യം ആപ്പിനെ പറ്റിയിട്ട് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ആരംഭിച്ചത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്? അല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൂടുതൽ ആക്സസ് ചെയ്യാനും ഉൾക്കൊള്ളുന്നതിനും ആക്കുന്നതിനാണ്. ശരി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ PWDയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക ഇത് ലക്ഷ്യമിടുന്നുണ്ട്. അതും ശരിയാണ്. നിലവിലുള്ള PWD വോട്ടർമാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ? അല്ല, എല്ലാ രീതിയിലുള്ള PWD വോട്ടർമാർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പം ഇതാണ് സാക്ഷ്യം ആപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ LM-സിംഗ്വിയുടെ ശുപാർശകൾ ഏതെല്ലാം? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം. ന്യായ പഞ്ചായത്ത് സ്ഥാപിക്കൽ. ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കൽ. ഏതാണ് LM-സിംഗ്വിയുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്ത കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. LM-സിംഗ്വി എന്ന് പറഞ്ഞിരിക്കുന്നത് 1986 രാജീവ് ഗാന്ധി സർക്കാർ LM-സിംഗ്വിയുടെ അധ്യക്ഷതയിൽ ജനാധിപത്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനം എന്ന ആശയം തയ്യാറാക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു. അപ്പം LM-സിംഗ്വിയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനം എന്ന ആശയം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിച്ചത്. അത് ഇനി പറയുന്ന ശുപാർശകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ശുപാർശകൾക്കകത്തുനിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ഇതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കണം. ഇത് അവരുടെ ഐഡന്റിറ്റിയും സമഗ്രതയും ന്യായമായും കാര്യമായും ലംഘിക്കപ്പെടാത്തതാക്കും. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് ക്രമവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ വ്യവസ്ഥകളും ഇത് നിർദ്ദേശിച്ചു. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ പോയിന്റ് എന്തോ പറഞ്ഞിരിക്കുന്നത്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം LM-സിംഗ്വി ശുപാർശ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? യെസ് പറയണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ഇതിനായി ഭരണഘടനയിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർക്കണമെന്ന് LM-സിംഗ്വി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഒരു കൂട്ടം വില്ലേജുകൾക്കായി ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. ഒരു കൂട്ടം വില്ലേജുകൾക്കായിട്ട് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. ഇപ്പൊ അവിടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് LM-സിംഗ്വി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? യെസ്. അടുത്ത പോയിന്റ്, ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ ഗ്രാമങ്ങൾ പുനഃസംഘടിപ്പിക്കണം. ഗ്രാമസഭയുടെ പ്രാധാന്യം ഊന്നി പറയുകയും അതിനെ നേരിട്ടുള്ള ജനാധിപത്യത്തിന്റെ ആൾരൂപമായി വിളിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളെ ജനാധിപത്യത്തിന്റെ നേരിട്ടുള്ള ആൾരൂപമായിട്ട് ആര് വിളിച്ചു? LM-സിംഗ്വി കമ്മിറ്റി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ ഗ്രാമങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ ഗ്രാമങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിരിച്ചുവിടൽ, അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവാദങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് ആര് പറഞ്ഞു? LM-സിംഗ്വി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ വേണം. സംസ്ഥാനത്തില് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ വേണമെന്ന് ആര് പറഞ്ഞു? LM-സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിരിച്ചുവിടൽ, അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിവാദങ്ങൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല? ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം എന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങൾ ആ പറയുന്ന രീതിയിലുള്ള ആൾ രൂപമായിട്ട് മാറണം, ജനാധിപത്യ രീതിയിലേക്ക് മാറണം എന്ന് പറഞ്ഞു. ഇനി കൂടാതെ ഗ്രാമപഞ്ചായത്തുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ നല്ലതായിട്ട് കൊടുക്കണം. ഓരോ സംസ്ഥാനത്തും ആ പിരിച്ചുവിടൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ ട്രൈബ്യൂണൽ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ന്യായ പഞ്ചായത്ത് സ്ഥാപിക്കാൻ നിങ്ങൾ കണ്ടു. ഇനി ഓരോ സംസ്ഥാനത്തും ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാപരമായ അംഗീകാരം. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തമല്ല പറഞ്ഞിരിക്കുന്നത്, പകരം ജനാധിപത്യം കൂടുതലായിട്ട് ഗ്രാമങ്ങളിൽ ആൾരൂപമായിട്ട് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. എല്ലാം സിംഗ്ലി കമ്മിറ്റിയുടെ ശുപാർശകളാണ് നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കമ്മിറ്റികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ബാച്ചസ് റണ്ണിങ് ആണ്. നമ്മൾക്കിപ്പോൾ പ്രിലിംസുമായി ബന്ധപ്പെട്ട 80 മാർക്കിൻ്റെതും മെയിൻസുമായി ബന്ധപ്പെട്ട് 166 മാർക്കിൻ്റെതുമാണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ 1599 ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത്. മാത്സ് ഇല്ല, ബാലൻസ് സബ്ജക്റ്റുകൾ ഇവിടെ എല്ലാം ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാം കണ്ടന്റ്സും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ പേപ്പറുടേതും അതുപോലെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടും ഈ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. 7 മണി മുതൽ 7:45 വരെയും 11:15 മുതൽ 12 മണി വരെയുമാണ് 2 ക്ലാസ്സസ് ആണ് മൺഡേ ടു ഫ്രൈഡേ വരുന്നത്. എല്ലാ ആഴ്ചയിലും എക്സാംസ് ഉണ്ടായിരിക്കും. ഇനി ലൈവ് ക്ലാസ് കാണാൻ പറ്റുന്നവർക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്, PDF-ഉം അവൈലബിൾ ആണ്. പിന്നെ ജോബ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റുന്നതാണ്. ദെൻ കമ്പൈൻഡ് സ്റ്റഡി എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. വീക്കിലി 10 ക്ലാസ് ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്രം മതിയെങ്കിൽ 399 മതി. ഇനി ഈ പറഞ്ഞിരിക്കുന്ന മെയിൻസിന്റെയും പ്രിലിംസിന്റെതും മാത്രം മതിയെങ്കിൽ 1299 മതി, ഇംഗ്ലീഷും മലയാളവും ഒഴിച്ചിട്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നത് കൊണ്ടാണ്, ഇത്രയും മാർക്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ 1599 പ്രൈസ്. ഈ ഒരു പ്രൈസിൽ ഇത്രയും അധികം കണ്ടന്റ്സ് എവിടെയും നിങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കത്തില്ല, അത് 100% ഷുവർ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ക്ലാസ് ടീച്ച്മിന്റെ ആപ്പിനകത്തായിരിക്കും വരുന്നത്. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.